ഹലോ മൈ ഡിയർ പീപ്പിൾ, വെൽക്കം ടു അനദർ വീഡിയോ. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളെയൊക്കെ കൂടെ അങ്ങ് നന്നാക്കി കളയാം എന്നൊരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല. എന്നാൽ 10 കൊല്ലം മിനിമം ഒരു ജയിലിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന അനന്തമായ ഒരു സാധ്യതയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതെ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വാർത്തകളിലൂടെയും പത്രത്തിലൂടെയും ഒക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണ്. അതെ, നമ്മൾ ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു. ശരീരം കേടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാര്യം വലിക്കുന്ന സിഗരറ്റിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരം കേടാവുമെന്ന്. അതുകൊണ്ട് അത് വിട്ടേരെ. നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ജയിൽ വാസത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 അതിലാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആ ആക്ട് പ്രകാരം ഉപയോഗിച്ചവരും അകത്ത് പോയിട്ടുണ്ട്, എന്നാൽ യാതൊരു കുറ്റവും ചെയ്യാത്ത ആൾക്കാരും പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളും എനിക്കറിയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എനിക്കറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോയി. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത്. ഈ അടുത്ത് കുറച്ച് വാർത്തകളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഫണി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചു പോകും, ദൈവമേ, ഇത് 2000 ആണ്ടുകളിൽ എങ്ങാണമാണോ ഈ പറയുന്ന MDMA കണ്ടുപിടിച്ചത്? 1985 മുതലേ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിന്റെ ഉപയോഗവും അതിന്റെ പണിഷ്മെന്റ്സും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് ഈ 2K ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഈ 2000 ആണ്ടുകളിൽ ജീവിച്ചവരെ അല്ലെങ്കിൽ ജനിച്ചവരെ മാത്രം കുറ്റം പറയുന്നത് അത്ര നല്ല ഏർപ്പാടല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് അതിലൂടെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു MDMA എന്ന ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കും. നിങ്ങളല്ലാതാക്കി മാറ്റുന്ന ഒരു സിന്തറ്റിക് ഡ്രഗാണ് ആക്ച്വലി ഈ MDMA എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതല്ല, സമൂഹത്തിന് നല്ലതല്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളത് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് പോകാനായിട്ടുള്ള സാധ്യത വെറുതെ ഒന്നും അകത്ത് പോകത്തില്ല. മിനിമം 10 കൊല്ലവും 1 ലക്ഷം രൂപയും. അതാണ് മിനിമം. രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ, സെയിം ഒഫൻസിന് നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ, അത് ഹാബിച്വൽ ഒഫൻസ് ആക്കി കൺസിഡർ ചെയ്തിട്ട് 18 കൊല്ലവും ഏകദേശം 2 ലക്ഷം രൂപ പിഴയും ആണ് ഈ പറയുന്ന ഒരു കുറ്റകൃത്യത്തിന് വരുന്നതെന്ന് പറയും. എന്നാൽ കുറച്ച് ന്യൂസുകൾ ഞാനിപ്പോൾ ഒന്ന് വായിക്കും. Man dies after swallowing MDMA on seeing police in Kozhikode. The 28-year-old suspect swallowed the synthetic drug on Friday during his attempt to escape from the police and was under treatment at Kozhikode Medical College Hospital. ഈ സാധനം വായിലിട്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ്. സ്നോട്ട് ചെയ്യോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ബോങ്കെന്നൊക്കെ അതിന് പറയുന്നത്. ഞാൻ ഈ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഇവരിത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത്തരത്തിലൊക്കെയാണ് ഇത് കൺസ്യൂം ചെയ്യുന്നതെന്ന് കണ്ടു. അപ്പോൾ ആ രീതിയിലൊക്കെ കൺസ്യൂം ചെയ്യുന്നതിന് പകരം ഇത് വാരി തിന്നു, എന്നിട്ട് അയാൾ മരിച്ചുപോയി. അപ്പോൾ അതിനകത്ത് എത്രത്തോളം സിന്തറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ടാവണം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ഇച്ചിരി പുകയില വാരി തിന്നാൽ നമ്മൾ മരിച്ചു, ഇച്ചിരി കഞ്ചാവ് വാരി തിന്നാൽ നമ്മൾ മരിച്ചു. പക്ഷേ ഈ MDMA കഴിച്ചാൽ നമ്മൾ മരിച്ചു. ഇപ്പോൾ ഒരു വിഷമാണ് അടിച്ചു കയറ്റുന്നതെന്ന് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വാർത്ത വായിക്കാം. 1.66 kilogram of MDMA seized from house in Kerala's Malappuram. അതായത് ഏകദേശം 70 ലക്ഷം രൂപയുടെ ആണ് പൊക്കിയിരിക്കുന്നത്. 27 വയസ്സുള്ള ഒരാളാണ്. ഈ 2 വാർത്തകളിലും 27ഉം 28ഉം വയസ്സുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അവരൊക്കെ 2000-നുള്ളിൽ ജനിച്ചവരാണ്. അപ്പം 27 വയസ്സ് 28 വയസ്സൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും 2000-നകത്ത് ജനിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം അത് 1998, 97 കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ചവരായിരിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റീരിയോ ടൈപ്പ് അങ്ങ് നിർത്തിയത്, അതായത് 2K ഫണ്ടുകളാണ് ഈ പറയുന്ന ഇതിനെല്ലാം കാരണം. ഈ MDMA ഉപയോഗവും അതിൽ തുടർന്നുള്ള പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ആ സ്റ്റീരിയോ ടൈപ്പ് അങ്ങ് നിർത്താം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളല്ലാതായി മാറും.
നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാമുകിയോ കാമുകനെയോ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞനിയനെ വരെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും. ഒരു മൃഗമാവും നിങ്ങൾ. വേറെ ഒന്നും വേണ്ട, ഇത് കൺസ്യൂം ചെയ്താൽ മാത്രം മതി. നിങ്ങളൊരു നല്ലൊരു മൃഗമായി മാറും. അങ്ങനെ ഒരു മൃഗമായി മാറുന്നത് സമൂഹത്തിന് ഒരു കാരണവശാലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാടധികം പണിഷ്മെന്റുകളുണ്ട്. അപ്പൊ ആ പണിഷ്മെന്റിലേക്ക് നമുക്കിനി കിടക്കാം. The punishment for import and export depends upon the quantity of recovered contraband. For commercial quantity, the person shall be punished with rigorous imprisonment for a term which shall not be less than 10 years, but which may extend to 20 years, and shall also be liable to fine which shall not be less than 1 lakh rupees. 10 വർഷവും അതിന് മേലോട്ട് 20 വർഷം വരെ, ഏകദേശം ഒരു ജീവപര്യന്തം അല്ലേ, 20 വർഷം വരെ ജയിലിൽ കിടക്കാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് വേണ്ടി MDMA എന്ന് പറയുന്ന കേസിലൂടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജയിലിൽ പോയി കിടക്കണമെന്നുണ്ടെങ്കിൽ ഈ 10 വർഷം 20 വർഷത്തിനിടയ്ക്കൊക്കെ ഈ ജയിലിൽ പോയി കിടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സാധനം കൺസ്യൂം ചെയ്യുകയോ കയ്യിൽ വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. സി ക്വാണ്ടിറ്റി ആണ്. ഈ സി ക്വാണ്ടിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്തോ വലിയ അളവിലുള്ള ക്വാണ്ടിറ്റി. ഞാൻ കണ്ടതിൽ വെച്ച് ആകെ കഞ്ചാവിന് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇച്ചിരിയെങ്കിലും കൂടി നിൽക്കുന്നത്. 20 കിലോ എന്തോ ആണ്. പക്ഷേ ഈ പറയുന്ന സാധനത്തിനുണ്ടല്ലോ, ഈ MDMAക്ക്, ഈ MDMAയുടെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്താണെന്നറിയോ? 250 ഗ്രാമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വെറും 250 ഗ്രാം MDMA നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ 20 വർഷമാണ് പോകുന്നത്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ട 20 വർഷം പോയി കഥം. നിങ്ങൾ ഈ ഒരു സാധനം MDMA എന്ന് പറയുന്ന സാധനം വേറെ ഒന്നിനെ കുറിച്ചും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഓപ്പറേഷൻ ഡി ഹണ്ട് ഒക്കെ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസും എക്സൈസും ചേർന്ന് ഈ പറയുന്ന സാധനം ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും സൂക്ഷിക്കുന്നവരെയും ഉൾപ്പെടെ തൂക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാധനം വെറും 250 ഗ്രാം MDMA നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 20 വർഷം പോയി. നിങ്ങളൊരു നല്ല മൃഗമായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് കൊല്ലാനായിട്ട് പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കൊല്ലാനായിട്ട് പറ്റും. ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിങ്ങളുടെ അനുജനെ നിങ്ങൾക്ക് കൊല്ലാനായിട്ട് പറ്റും. വെറുതെ ഒന്നും കൊല്ലാനല്ല, തലയടിച്ചോ തലയ്ക്ക് വല്ല ചുറ്റിയിലടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊല്ലാനായിട്ട് പറ്റും. അത്രയും അധികം രൂക്ഷമായ ഒരു മൃഗമാക്കി മാറ്റാൻ കഴിയും ഒരു മനുഷ്യനെ എന്ന് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു തന്ന ഒരു സാധനമാണ് ഈ പറയുന്ന MDMA. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഡി ഹണ്ട് വളരെ വ്യാപകമായി നടക്കുന്നത് കൊണ്ട് തന്നെ അകത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, MDMA ഒന്നും ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാൻ അകത്ത് പോകത്തില്ല, ഞാൻ നല്ലവനാണെന്നൊക്കെ. നിങ്ങളുടെ തൊട്ടപ്പുറത്തിരുന്നൊരു കൂട്ടുകാരൻ ഇത് ഉപയോഗിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ ഈ സി ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലോ അല്ലെങ്കിലോ നിങ്ങൾ അകത്ത് പോകും. 20 കൊല്ലം പോയിടുന്നുണ്ട്. നിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരൻ ഉപയോഗിച്ചാൽ മതി, അവൻ്റെ കയ്യിലുണ്ടായിരുന്നാൽ മതി. നിന്റെ ബൈക്കിൽ ലിഫ്റ്റ് കൊടുത്തവർ തന്നെ ബാക്കിൽ കയറ്റിയവർ തന്നെ കയ്യിലുണ്ടായിരുന്നാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് ലിഫ്റ്റ് കൊടുക്കരുത്, അറിയാത്ത ആൾക്കാരെ കൂടെ കൂട്ടരുത്. ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് സൂക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന ഒരു കൂട്ടുകാരൻ അവൻ നിങ്ങളുടെ റൂമിൽ കിടന്ന് ഉറങ്ങുക, അപ്പോൾ അവൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസ് അവനെ പൊക്കിയെന്നാണ് ഇരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൊക്കിയെങ്കിൽ തീർന്നില്ലേ? അവിടവും തീർന്നില്ലേ? ഇപ്പം എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത്, എന്തിൻ്റെ ആവശ്യമാണ് എന്ന് 2 തവണയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. 2 തവണ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ സ്വബോധത്തോടെ? പറ്റില്ലല്ലേ. അച്ഛനെ പറ്റുമോ? പറ്റില്ലല്ലേ. അനിയനെ പറ്റുമോ? പ്രേമിച്ച ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? എന്നാൽ ഈ സാധനം, ഈ MDMA എന്ന് പറയുന്ന സാധനം അടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ പറ്റും. നിങ്ങൾ സ്വബോധത്തോടെ അല്ലായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അതെല്ലാം കഴിഞ്ഞ് സ്വബോധത്തിലേക്ക് എത്തുമ്പോൾ അവരാരും നിങ്ങളോട് കാണത്തില്ല. ഈ നിങ്ങളെ മനുഷ്യനെന്ന് പറയുന്നത് നിങ്ങളെ മൃഗമാക്കിയ ആ സാധനം അവിടെ കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് തീർന്നു. പക്ഷെ നിങ്ങൾക്ക് നഷ്ടമാവുന്നത് ഒരു കുടുംബമാണ്, ഒരു ലൈഫാണ്, നിങ്ങളുടെ സന്തോഷമാണ്. കുറച്ച് നേരത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു മെസ്സേജും കൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ലൈഫാണ്. ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്
സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതൊന്ന് അറിഞ്ഞു വെക്കുക, ഇത് കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് സി ക്വാണ്ടിറ്റി, എത്ര അളവിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സി ക്വാണ്ടിറ്റി ഉണ്ടാവാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ഒക്കെയാണ് സ്മോൾ ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ വായിക്കുക. ഒരു ഹബിച്വൽ ഒഫൻഡർ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ വട്ടം ഒരു വട്ടം പിടിച്ചു, രണ്ടാമത്തെ വട്ടം പിന്നെയും ഈ പറയുന്ന ഏതെങ്കിലും കൂട്ടുകാർക്കിടയിൽ നിന്നാണ് നിന്നെ പൊക്കുന്നതെങ്കിൽ പിന്നെയും നിനക്ക് 20 വർഷം പോയി, 40 വർഷം പോയി. 18 വയസ്സുള്ളപ്പോഴാണ് പൊക്കുന്നതെങ്കിൽ 40, 10, 50, 8, 58 വയസ്സ് വരെ, 18 വയസ്സ് വരെ ജീവിച്ചല്ലേ, 58 വയസ്സ് വരെ നീ ജയിലിൽ കിടക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒരു കാരണവശാലും MDMA എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉപയോഗിക്കാതിരിക്കുക, നിങ്ങളുടെ കയ്യിൽ വെക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അവൻ്റെ 20 വർഷം പോയെന്ന് പറയുക, അവൻ്റെ ലൈഫ് പോയെന്ന് പറയുക. ഒരു വട്ടം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഉപയോഗിക്കാനായിട്ട് തോന്നും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു കൊടുക്കണം എന്ന് താല്പര്യം തോന്നിയിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരന് അയച്ചു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. റീച്ചിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. അവരുടെ അടുത്ത് പറയുക, അവർക്കിത് അയച്ചു കൊടുക്കണം. അവർക്ക് മാത്രം മതി. ഒരുപാട് പേരൊന്നും ഇത് ഉപയോഗിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ സസ്പെക്ട് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എന്നിട്ട് അവനോട് പറയാം, നിർത്താൻ പറയാം. മതി, ഇത്രയും മതി, പോരെ. MDMA എന്ന് പറയുന്ന മനുഷ്യനെ മൃഗമാക്കുന്ന ഈ ഒരു ഐറ്റത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 കൊല്ലം അകത്ത് കിടക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് അയച്ചു കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കുക. അവനോട് ഇത് നിർത്താൻ പറയുക. എത്രയേ ഉള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല. ഇനി അവൻ നിർത്തത്തില്ല എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ഇനി എൻ്റെ കൂട്ടുകാരനല്ലെന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയാം. കാര്യം നിങ്ങളുടെ 20 കൊല്ലം പോവും അവൻ്റെ ഈ സാധനം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ഒരുത്തനെ കൂടെ നിർത്തേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ കാര്യമെങ്കിലും ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ കൂടെ വരുമ്പോൾ നിന്റെ 20 കൊല്ലം പോകുന്ന ഈ സാധനം കൈ വെക്കത്തില്ല, MDMA എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് കൈ വെച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവൻ്റെ സന്തോഷം മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ കൂടെ കൂട്ടണം വേണ്ടതെന്നും കൂടെ ആലോചിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ.